ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് വിവോയുടെ T4R 5G എന്ന ഫോൺ. ഒരു നല്ല ഓൾറൗണ്ടർ ഫോണാണ്. ഒരു 20,000 താഴെ ഒരു ഫോൺ നോക്കുന്നവർക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും, നല്ല ഡിസൈൻ, നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ, നല്ല ബാറ്ററി, നല്ല ചാർജിങ്, അങ്ങനെ എല്ലാ ഘടകങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഫോണാണ് എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഷോർട്ടായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ഒന്ന് അറിഞ്ഞ് വെച്ചോളൂ. 20,000 താഴെ ബഡ്ജറ്റുള്ളവരാണെങ്കിൽ ഒരുപാട് ഓപ്ഷനുകൾ നല്ലത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ അടുത്ത ഒരു ഐറ്റം ഇതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വിവോ T4R 5G എന്ന ഫോണിൻ്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് വിവോ T4R 5G. ഓഹോ, എന്താ ഡിസൈനല്ലേ, എടുത്തിളങ്ങുന്നുണ്ട്. എന്തൊക്കെയാണ്, ഒരു ഗ്ലോസി ടൈപ്പാണ്, നൈസ് ആയിട്ടുണ്ടാ. ഇത് ബ്ലൂ ആണ് കേട്ടോ, ട്വിലൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. ആർട്ടിക് വൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു കളർ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വരാം. അതിന് മുമ്പ് ബോക്സിൽ വേറെ ഒരു നല്ല കേസ്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ചാർജർ, ചാർജിങ് കേബിൾ, Type C to A ചാർജിങ് കേബിളാണ്. 44 വാട്ടിൻ്റെയാണ് ചാർജർ. പിന്നെ സിം ടൂൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസൈൻ വളരെ കംഫർട്ടാണ് കേട്ടോ. വളരെ കംഫർട്ടായ, ഒതുങ്ങിയ, നൈസായിട്ടുള്ള സംഭവമാണ്. ഈ ഫോണിൻ്റെ തിക്നെസ് 7.61 mm ആണ് വരുന്നത്. 183 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. താഴെ ഡുവൽ നാനോ സിമ്മിൻ്റെ സിം സ്ലോട്ടാണ് വരുന്നത്. അതുപോലെ Type C പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, മുകളിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ടച്ച് ചെയ്ത് അപ്പോൾ തന്നെ ഓപ്പൺ ആയി, യാതൊരു വിഷയമില്ല, നൈസാണ്. ഫ്രെയിം പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. പ്ലാസ്റ്റിക് കോമ്പോസ് ഷീറ്റാണ് ബാക്ക് കവർ വരുന്നത്. ഡുവൽ റിംഗ് ക്യാമറ മോഡ്യൂൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഇതിന്റെ ക്യാമറ മോഡ്യൂളിന്റെ ഒരു ഡിസൈൻ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. IP68, 69 തുടങ്ങിയ റേറ്റിംഗുകളൊക്കെ വരുന്നുണ്ട്. ടോപ്പ് ടയർ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് പ്രൊട്ടക്ഷൻ ആണ്. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ നമുക്ക് അതിന് ഒരു ഓപ്ഷൻ തന്നെയുണ്ട്. അറ്റത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഇതിട്ടുകൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അടിയിൽ വേണമെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്തെങ്കിലും ഒരു ഇത് കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ അതിന് വാറണ്ടി കവറേജ് ഉണ്ടാവില്ല. അത് ഒരു ബ്രാൻഡിനും ഇല്ല, ഇവർക്ക് മാത്രമല്ല. അത് അറിഞ്ഞിരിക്കുക. ബട്ട് സ്റ്റിൽ ആ ഓപ്ഷൻ ഇവിടെയുണ്ട്. പിന്നെ പെട്ടെന്ന് താഴെ വീണാലൊന്നും അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. കാരണം SGS 5-star ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ ഡ്യൂറബിളായ, നല്ല കംഫർട്ടബിളായ, സ്ലിമ്മായ, ലൈറ്റ് വെയിറ്റ് ആയ നല്ലൊരു ഫോൺ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഡിസ്പ്ലേ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. നൈസ് ആയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നൈസ് ഫീലാണ് ഡിസ്പ്ലേ കേട്ടോ. ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ AMOLED ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ. 1800 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്, 1300 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡൊക്കെ വരുന്നുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിച്ച് നോക്കി, ഒരു വിഷയമില്ല. നൈസ് ആയിട്ടുള്ള ബ്രൈറ്റ്നസും കാര്യങ്ങളും ഉണ്ട്. വിഷ്വൽ ക്വാളിറ്റി ഒന്നും ഒരു വിഷയമില്ല. വീഡിയോസ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്ത് നോക്കി, നൈസ് ആയിട്ടുണ്ട്. സോ നല്ലൊരു ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ അവർ കൊടുത്തു വെച്ചിട്ടുണ്ട്. HDR10+ പോലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, വേറെ വിഷയമൊന്നുമില്ല. സോ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും നല്ല സൗണ്ട് സെറ്റപ്പും ഉണ്ട്. സോ ഓവറോൾ ഡിസ്പ്ലേ വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലതാണ്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് പറ്റുന്നില്ല, നൈസാണ്. ഇനി ഇതിന്റെ പെർഫോമൻസ് വരുമ്പോൾ Dimensity 7400 എന്ന് പറയുന്ന 20,000 താഴെ വരുന്ന അത്യാവശ്യം നല്ലൊരു പ്രോസറാണ്. അതിനൊപ്പം തന്നെ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. അതും ഡീസെന്റ് സെറ്റപ്പാണ്. എക്സ്റ്റൻഡ് റാം ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതായത് സ്റ്റോറേജ് എന്ന റാം എടുത്ത് ആഡ് ചെയ്യുന്ന പരിപാടി, അതൊക്കെ ആഡ് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ലാർജ് കൂളിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഗ്രാഫൈറ്റ്, തെർമൽ ജെൽ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. Wi-Fi 6 വരുന്നുണ്ട്. Bluetooth 5.4 വരുന്നുണ്ട്. AI സൂപ്പർ ലിങ്ക് 360 ഡിഗ്രി ആന്റിനയൊക്കെയാണ് വരുന്നത്. അതായത് കണക്ടിവിറ്റിക്കും കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരില്ല. നല്ല രീതിക്കുള്ള നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് സാരം. നമ്മൾ ഉപയോഗിച്ച് നോക്കിയപ്പോഴും സാധാരണ യൂസിനായാലും അത്യാവശ്യം ഗെയിം കളിക്കാനായാലും പ്രശ്നമൊന്നുമില്ല. ഈ പ്രോസറിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ ഏകദേശം 750K+ റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഗെയിമിങ്ങിലൊക്കെ. 8GB റാം തൊട്ടുള്ള റാം വേരിയന്റുകളാണ് വരുന്നത്. 8GB റാം 256GB സ്റ്റോറേജ്, 8GB റാം 128GB സ്റ്റോറേജ്, പിന്നെ 12GB റാം 256GB സ്റ്റോറേജും വരുന്നുണ്ട്. സോ ഇഷ്ടമുള്ള റാം സ്റ്റോറേജ് നോക്കി എടുത്തു കഴിഞ്ഞാൽ നൈസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അൾട്രാ ഗെയിം മോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടി. അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഗെയിമിങ്ങിൻ്റെ കുറേ ഓപ്ഷനുകൾ കിട്ടും. അതിൽ വോയിസ് ചേഞ്ചർ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ബൈപ്പാസ് ചാർജിങ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാവിധ സംവിധാനങ്ങളും പെർഫോമൻസിൻ്റെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ്, ഡീസൻ്റായ പെർഫോമൻസ്, 20,000 താഴെ ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണ്. ഈ കാണുന്ന തരത്തിലുള്ള ഗെയിമൊക്കെ നിങ്ങൾക്ക് ഈ BGMI ഒക്കെ സ്മൂത്ത് എക്സ്ട്രീമിലേ ഉള്ളൂ കേട്ടോ. അത് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ആ ലെവലിൽ നൈസായിട്ട് കളിക്കാം. സോ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ. ഡീസൻ്റ് ആണ്, പ്രൈസിന് ഓക്കെ. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 5700 mAh ബാറ്ററിയാണ്. 44 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടെന്ന് ഉള്ള സംഭവം എന്നാണ് ഞാൻ പറയുള്ളൂ. അത് ഏറ്റവും ബെസ്റ്റ് അല്ല ഈ റേഞ്ചിലത്തെ, പക്ഷേ ഡീസൻ്റ് ആണ്. ഇനി വിവോയുടെ ഫോണാണ്. അപ്പോൾ ക്യാമറ എങ്ങനെയാണെന്ന് അറിയണ്ടേ? സാമ്പിൾസ് കണ്ടു നോക്കിക്കോളൂ. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 50 മെഗാപിക്സലിൻ്റെ സോണി OIS ക്യാമറയാണ് വരുന്നത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതിൽ 4K വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമേജ് സാമ്പിളുകളിൽ കണ്ട രീതിയിലാണ്. അത്യാവശ്യം തിരക്കേടില്ലാതെ ഡേ ലൈറ്റ്, ഇൻഡോർ ലൈറ്റ് എല്ലാ ഫോട്ടോസും ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെൽഫി ഇമേജുകളടക്കം കണ്ടു നോക്കുക, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യാം കേട്ടോ. ക്യാമറയുടെ കാര്യം ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്.
4K വീഡിയോ സാമ്പിളോടെ കാണാം. മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും 4K വീഡിയോ എടുക്കാം. അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഞാൻ എല്ലാ ലൈറ്റിങ്ങിലും എടുത്ത് നോക്കിയതാണ്. അതിൻ്റെ സാമ്പിളുകളാണ് ഈ കാണുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ചൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസിനകത്ത് ഓറ ലൈറ്റ് എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇത് ഇവരുടെ ഫോണുകൾ സ്ഥിരം കാണുന്നതാണ്. അത് വേണമെങ്കിൽ നമുക്കിങ്ങനെ സ്ട്രെങ്ത് കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റുഡിയോ ക്വാളിറ്റി ഓറ ലൈറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കും. എടുത്ത് നോക്കുക. പിന്നെ ഇവരുടെ മൾട്ടി ഫോക്കൽ പോർട്രേറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ക്യാമറയിൽ പോർട്രേറ്റിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പോർട്രേറ്റ് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ വരും. എടുത്ത് നോക്കാം. പിന്നെ AI ഇറേസർ, സാധാരണപ്പെട്ട ഫോട്ടോയുടെ AI ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അൺവാണ്ടഡ് ഒബ്ജക്റ്റുകളൊക്കെ ഇതായി കാണുന്ന പോലെ ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയാം. AI എൻഹാൻസ്, ഫോട്ടോയ്ക്ക് ക്വാളിറ്റി പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ AI എൻഹാൻസ് കൊടുത്താൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടി കാണിക്കുന്ന സംവിധാനം. അങ്ങനെയുള്ള ചില്ലറ പരിപാടികളൊക്കെ ഫോട്ടോസിൻ്റെ ഭാഗത്തുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ പതിവായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു വരുന്നില്ല. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വിവോ ആണ്. ഫണ്ട് ചോയ്സ് ആണ്. 15 ആണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. കുറച്ച് പരസ്യ ആപ്ലിക്കേഷനൊക്കെ അവിടെയും കാണുന്നുണ്ട്. അത് ഒഴിച്ച് നിർത്തിയാൽ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒക്കെ നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഈ ഭാഗത്ത് നമ്മൾ ടോട്ടൽ സിസ്റ്റത്തിലുള്ള AI ഫീച്ചേഴ്സ് നോക്കിയാൽ സാധാരണപ്പെട്ട എല്ലാം ഉണ്ട്. അതായത് ഈ സൈഡ് ബാറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ AI സ്ക്രീൻ ട്രാൻസ്ലേറ്റ് വരും. സ്ക്രീനിൽ മലയാളമാണെങ്കിൽ അതിന് ഹിന്ദിയിലാക്കി, ഹിന്ദിയാണെങ്കിൽ ഇംഗ്ലീഷിലാക്കി, എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്ക്രീൻ ട്രാൻസ്ലേറ്റ് ആണ്. പിന്നെ സർക്കിൾ ടു സെർച്ച്, താഴെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് വരും. സർക്കിൾ ചെയ്തുകൊണ്ട് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ് പോലുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നത്. വോയിസ് റെക്കോർഡർ ആണെങ്കിൽ വോയിസിനെ ടെക്സ്റ്റാക്കി മാറ്റുന്ന പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. ഉപയോഗിച്ച് നോക്കാം. പിന്നെ നോട്ട് അസിസ്റ്റ്, നോട്ടിൽ കുറേ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് അതിനെ സമ്മറൈസ് ചെയ്യണോ, റീറൈറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോട്ടിൻ്റെ ഭാഗത്ത് നോട്ട് അസിസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് സ്കാനർ, നമുക്ക് ക്യാമറയിൽ ഡോക്യുമെൻറ്റ് സ്കാനർ ഉണ്ട്. ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്തെടുത്ത് വയ്ക്കാൻ സൗകര്യപ്രദമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള AI ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത്യാവശ്യം വേണ്ടുന്ന ഈ ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരുപാട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയ സംഭവങ്ങളല്ല, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പറഞ്ഞ് പറയുന്നില്ലേ, കേട്ട് നിങ്ങൾക്ക് മടുത്തുണ്ടാവില്ലേ? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. കാരണം അടുത്ത തവണ പറയുമ്പോൾ ആണെങ്കിൽ കൂട്ടി പറയാം, അല്ലെങ്കിൽ കുറച്ച് പറയാം, എന്തെങ്കിലും ചെയ്യാമല്ലോ. അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. സോ മൊത്തത്തിൽ വിവോ T4R 5G എന്ന ഫോണിലേക്ക് നോക്കുമ്പോൾ നമ്മളിതിൻ്റെ ഡിസൈൻ നോക്കിയാൽ കംഫർട്ടബിൾ ആയിരുന്നു. നല്ല ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ബാറ്ററി സെറ്റപ്പും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ എല്ലാ ഘടകങ്ങളും, അതിന് അത്യാവശ്യം AI ഫീച്ചേഴ്സ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു നല്ല ഓൾറൗണ്ടർ ഫോണാണെന്ന്. സോ അങ്ങനെയാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB RAM 128GB സ്റ്റോറേജ് സ്റ്റാർട്ടിംഗ് മോഡലിന് 19,499 ആണ്. പക്ഷേ ഓഫർ പ്രൈസ് നെറ്റ് എഫക്റ്റീവ് പ്രൈസ് 17,499 ആണ്. ബാക്കിയുള്ള മോഡലുകളുടെ പ്രൈസ് നിങ്ങൾക്ക് കാണാം. എന്തായാലും ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ്, ഓഫർ പ്രൈസ് നോക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ സ്പെക്കുകളും കൂടി പരിഗണിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ ഫോണായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വിലയ്ക്ക് ഒരു നല്ല ഓൾറൗണ്ടർ ഫോൺ കൂടി. കാരണം ഒരുപാട് നല്ല ഫോണുകൾ ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ഓൾറൗണ്ടർ ഫോണുകൾ കണ്ടു കഴിഞ്ഞു. ഇതും ആ കൂട്ടത്തിലൊരു നല്ല ഓൾറൗണ്ടർ ഫോണാണ്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ സെയിൽ ഡേറ്റ് വരുന്നത് 5th August ആണ്, മറക്കണ്ട. അതേപോലെ കൂപ്പൺ കോഡൊക്കെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അതും കൂടി ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ലാഭം കിട്ടും. സോ അപ്പോൾ വേണ്ടവരൊക്കെ ചെക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതാണ് ഇതിനെ മൊത്തത്തിലുള്ള നമ്മുടെ അഭിപ്രായം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.